19കാരിയായ ഒരു മോള് തൻ്റെ ആൺ സുഹൃത്തിനൊപ്പം പുറത്തുപോയി അതീവ ദാരുണമായി കൊല ചെയ്യപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും ഇതിനോടകം അറിഞ്ഞു കാണും. 19 വയസ്സാണ് പ്രായം. രാത്രിയിലും മദ്യലഹരിയിലുമായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പിള്ളേരാണ്. ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ആൺകുട്ടിക്ക് ജീവിതവും നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയ പലപ്പോഴും ഇതൊക്കെ ആഘോഷിക്കാറുണ്ട്. കാര്യം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ. ഏകദേശം അതേ പ്രായത്തിലുള്ള മക്കളുള്ള ഒരു രക്ഷകർത്താവെന്ന നിലയിലും അതേ പ്രായത്തിലുള്ള നിരവധി കുട്ടികളുമായി നിരന്തരം സംവേദിക്കുന്ന, അവരുടെ പാരൻസുമായി നിരന്തരം സംവേദിക്കുന്ന ഒരു ട്രെയിനർ എന്ന നിലയിലും എനിക്ക് ഉള്ള ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഈ പുതിയ കാലത്തെ കുട്ടികളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. 4 തരത്തിലാണ് ഞാൻ അവരെ തിരിക്കുക. നമുക്കതിനെ 25 എന്ന് വയ്ക്കാം. ആദ്യത്തെ 25% കുട്ടികളുള്ള മാതാപിതാക്കളെ ഞാൻ വെരി ബ്ലെസ്ഡ് പാരൻസ് എന്നാണ് വിളിക്കുന്നത്. വളരെയധികം അനുഗ്രഹീതരായ പാരൻസ് അവർ. ഈ കുട്ടികളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ആഹാരം കൊടുത്താൽ മതിയാവും, കിടക്കാൻ സ്ഥലം കൊടുത്താൽ മതിയാവും, അവർ കൃത്യമായി പഠിച്ചോളും, സ്കൂളിൽ പൊക്കോളും, ഒരു പ്രശ്നമില്ലാതെ നല്ല മാർക്കൊക്കെ വാങ്ങി പഠിച്ച് മാതാപിതാക്കൾക്ക് അഭിമാനമായി വളരുകയും ചെയ്യും. അത് ബ്ലെസ്ഡ് ആയിട്ടുള്ള പാരൻസിന് അങ്ങനത്തെ പിള്ളേരാണ് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറയണത്. പിന്നെ അടുത്ത 25% വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ചൊന്ന് പുഷ് ചെയ്യേണ്ടി വരും, അപ്പോൾ അവരങ്ങ് ശരിയായിക്കൊള്ളും. ഇത്തിരി മടിയൊക്കെ കാണും, പക്ഷെ എന്നാലും ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് വല്ലപ്പോഴും ഒന്ന് ചെറുതായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ശരിയാവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ പിള്ളേരെ മാനേജ് ചെയ്യാൻ. ഇനിയുണ്ട് അടുത്തൊരു 25%. നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് പുഷ് ചെയ്യും. ഇത്തിരി ടഫാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഒരു ചാൻസ് കിട്ടിയാൽ ചാടിക്കളയും പുറത്തൊക്കെ. അപ്പം അത് ഇത്തിരി ബുദ്ധിമുട്ട് വേണം ആ കുട്ടികളെ വളർത്താൻ. അപ്പോൾ എപ്പോഴും ഫൈറ്റായിരിക്കും വീട്ടിനകത്ത് മാതാപിതാക്കളും മക്കളും തമ്മിൽ. പിന്നെ ബന്ധുമിത്രാദികളുടെ പരാതി കേൾക്കേണ്ടി വരും, നേരെ ബിഹേവ് ചെയ്യുന്നില്ല. കല്യാണത്തിനൊക്കെ പോകുമ്പം ചില കുട്ടികൾ ഹായ് അങ്കിൾ, ഹായ് ആൻറ്റി എന്നൊക്കെ വിളിച്ച് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യും. ഒരു പക്ഷേ നമ്മുടെ മക്കൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പഴി കേൾക്കുന്നത് മാതാപിതാക്കളാണ്. അത് മക്കളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തുമില്ല. ഇനിയുള്ള ഒരു 25% ഉണ്ട്. അത് ഒരു പക്ഷേ വിദ്യാർത്ഥികൾ, ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനേക്കാളും കൂടുതൽ മാതാപിതാക്കൾ സ്കൂളിൽ പോകേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ വളരെ വലിയ പ്രോബ്ലമാറ്റിക് ചൈൽഡ് ആയിരിക്കും, കുട്ടികളായിരിക്കും. പാരൻസിൻ്റെ ജീവിതം